കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ കൂടാരം എന്ന ആശയം പലപ്പോഴും നാം വായിച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കൂടെ വസിക്കുന്ന ദൈവത്തെ സമാഗമന കൂടാരത്തിലൂടെ നാം കണ്ടിട്ടുണ്ട്. പലായനം ചെയ്ത് ജീവിക്കുന്ന പഴയ നിയമ പിതാക്കന്മാർ എത്തുന്ന ഇടത്തൊക്കെയും കൂടാരമടിച്ച് സ്വയം സംരക്ഷിക്കുന്ന കാര്യവും നാം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ ഒരു കൂടാരം നമുക്കുള്ളതായി കാണുന്നു. രക്ഷ എന്നത് ഒരു വിദൂരമായ ആശയമല്ല, മറിച്ച് ദൈവത്തിന്റെ പരിചരണത്തിൽ വസിക്കുന്നതിനുള്ള ഒരു വ്യക്തിപരമായ ക്ഷണമാണ്. യേശു ക്രിസ്തുവിലൂടെ ഈ കൂടാരത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തു രക്ഷയുടെ കൂടാരം എന്ന വിഷയം ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയും ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 1 മുതൽ 10 വരെയുമുള്ള വാക്യങ്ങൾ ആധാരമാക്കി ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സക്കായി എന്നൊരു മനുഷ്യനെ നമുക്ക് കാണാം. പാപി എന്ന് മുദ്രയിടപ്പെട്ട ഒരു ചുങ്കക്കാരൻ, ആളുകൾ വളരെ മോശമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. സാമൂഹികമായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യൻ ശാരീരികമായും പ്രതിസന്ധിയുള്ളവനായിരുന്നു. അവനൊരു കുള്ളനായിരുന്നു. യേശുവിനെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിട്ട് അവൻ ബന്ധപ്പെട്ട് ഒരു കാട്ടത്തെ മരത്തിലാണ് അഭയം തേടിയത്. അവൻ അവന്റെ പ്രതിസന്ധികളെ, സാമൂഹിക പ്രതിസന്ധിയെയും ശാരീരിക പ്രതിസന്ധിയെയും അഭിമുഖീകരിച്ചത് ഒരു പുതിയ മാർഗം കണ്ടെത്തിയിട്ടാണ്. ഈ നോമ്പുകാലം നമ്മെയും ഓർപ്പിക്കുന്നത് എന്ത് പ്രതിസന്ധികൾ വന്നാലും പുതിയ മാർഗങ്ങൾ തേടി പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ശ്രമിക്കണം എന്ന പാഠമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൽ ആശ്രയിക്കുമ്പോൾ പുതുവഴികൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കുവാൻ കരുത്താകും. കാട്ടത്തിമേലിരിക്കുന്ന സക്കായിയെ യേശു വിളിച്ചത് സക്കായി എന്നാണ്. ലൂക്കോസ് 19:5 യേശു വിളിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നീതിമാൻ. കൊടും പാപിയായ മനുഷ്യനെ യേശു വിളിക്കുന്നു നീതിമാനെ. യേശു ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അവന്റെ അവസ്ഥ ആകപ്പാടെ മാറുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത്. പാപി നീതിമാനായി മാറുന്നു. ഇന്നത്തെ പഴയ നിയമ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ കൂടാരവാസികളായി പാർത്തിരുന്ന അബ്രഹാമിന്റെയും സാറയുടെയും അടുത്ത് ദൂതന്മാർ അതിഥികളായി എത്തുന്ന സംഭവം കാണാം. ഉൽപ്പത്തി 18:1 മുതൽ 10 വരെ. ഇവിടെ സാറയുടെയും അബ്രഹാമിന്റെയും കൂടാരം ദൈവത്തിന്റെ ഒരു ഉടമ്പടി വാഗ്ദാനത്തിന്റെ ആരംഭം കുറിക്കുന്ന ഇടമായി മാറി. വാർദ്ധക്യത്തിൽ ഒരു തലമുറ ഉണ്ടാകുമെന്ന വലിയ വാഗ്ദാനം, ഒരു വലിയ ഭാവി പ്രതീക്ഷ. സക്കായിയുമായിട്ട് യേശു കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതൊരു പുതിയ ഉടമ്പടിയാണ്. സാറയോടും അബ്രഹാമിനോടും അവർ സന്ദർശകരെ സ്വാഗതം ചെയ്തപ്പോൾ ഒരു പുതിയ ഉടമ്പടി വന്നു, ഒരു വാഗ്ദാനത്തിന്റെ ഉടമ്പടി. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഈ ഭൗമിക കൂടാരത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. അതൊരു പുതിയ ഉടമ്പടിയായി മാറും. ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയം നാം തുറക്കുമ്പോൾ പുതിയ നിയമത്തിലെ രക്ഷയുടെ കൂടാരമായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടും. അവിടെ ക്ഷമ, സമാധാനം, പുനഃസ്ഥാപനം എന്നിവയുടെ വാഗ്ദാനം നടക്കുന്ന സ്ഥലമാണ്. കൂടാരം ഒരു താൽക്കാലിക ഘടനയാണ്. അത് ഈ ലോകത്തിന്റെ താൽക്കാലിക സ്വഭാവത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രക്ഷ ദൈവത്തോടൊത്തുള്ള ഒരു സ്ഥിരവാസ സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ക്രിസ്തു തന്റെ ഭൗമിക ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ഒരു കൂടാരം അഥവാ വാസസ്ഥലം ആയിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 14 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരു വാഗ്ദാനം നൽകുവാൻ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ദൂതന്മാർ വന്നതുപോലെ രക്ഷ നൽകുവാൻ നമ്മുടെ ഇടയിൽ വസിക്കുവാനായിട്ടാണ് യേശു കർത്താവ് വന്നത്. അബ്രഹാമിന്റെ സാറയുടെയും വാർദ്ധക്യം വകവയ്ക്കാതെ അവർക്കൊരു കുട്ടിയുടെ വാഗ്ദാനം ലഭിച്ചു. സക്കായിയുടെ ശാരീരിക വൈകല്യമോ സാമൂഹികമായിട്ടുള്ള വൈകല്യങ്ങളോ വകവയ്ക്കാതെ യേശു അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്ഥലമാണ് രക്ഷയുടെ കൂടാരം. ഈ നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന നാം യേശുവിലൂടെ ഈ രക്ഷയുടെ കൂടാരത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിലൂടെ രക്ഷ പാപത്തിൽ നിന്നും ആത്മീയ മരണത്തിൽ നിന്നും നിരാശയിൽ നിന്നും നമുക്ക് അഭയം നൽകി നിത്യജീവന്റെ പ്രതീക്ഷയിലേക്ക് നമ്മെ നടത്തട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.